ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് നമ്മൾക്ക് തുടങ്ങാൻ പറ്റുന്ന പ്രോസസ്സിങ് യൂണിറ്റ്സ് അല്ലെങ്കിൽ ഫാക്ടറീസ്. ഇവിടുത്തെ ഗവൺമെൻറ്റുമായിട്ട് ഒരുപാട് പ്രോജക്റ്റിലൊക്കെ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ അവരുടെ അവരുടെ ഒരു വിഷൻ എന്നൊക്കെ പറയുന്നത് ഗിനീനെ ഒരു മാനുഫാക്ചറിങ് ഹബ്ബാക്കുക. ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഇന്ത്യക്കാരനായിട്ടുള്ള കാശുകാരൻ ആരാന്ന് വെച്ചാൽ ഇവിടെ ഇൻഡസ്ട്രി ഉള്ള ആളാണ്. പല രീതിയിലുള്ള പ്ലാസ്റ്റിക് പ്രോഡക്റ്റുകളും ഉണ്ടാക്കുന്ന ഒരാളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വൺ ഓഫ് ദി റിച്ചസ്റ്റ് പേഴ്സൺ. പുറമേ നിന്ന് വന്ന ഒരാൾക്ക് ഇവിടെ ലാൻഡ് വാങ്ങിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. പിന്നെ കമ്പനി നിങ്ങളുടെ പേരിൽ 100% തുടങ്ങാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള രാജ്യമൊന്നും ആരും പ്രൊമോട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഗൂഗിളിലൊന്നും ഒരുപാട് നല്ല ഇൻഫർമേഷൻസ് കാണില്ല. മോശം പിന്നെ നമ്മൾക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും. ഹലോ, ഞാൻ ഹരികൃഷ്ണൻ, സോളിസ് ആഫ്രിക്കയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് നമ്മൾക്ക് തുടങ്ങാൻ പറ്റുന്ന പ്രോസസ്സിങ് യൂണിറ്റ്സ് അല്ലെങ്കിൽ ഫാക്ടറീസ്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ ആയിട്ട് ചെറിയ രീതിയിൽ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോയും കൂടിയാണിത്. പക്ഷെ ഓൺലി സ്പെസിഫിക്കലി ഫോർ പ്രോസസ്സിങ് യൂണിറ്റ്സ് അല്ലെങ്കിൽ ഫാക്ടറീസ്. അപ്പം അതിനുള്ള സാധ്യതകൾ ഒക്കെയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോൾ ഗിനി പോലെയുള്ള രാജ്യങ്ങളിൽ ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ഫ്യൂച്ചർ നോക്കുവാണെങ്കിൽ ഒരുപാട് ഇൻഡസ്ട്രികൾ, ഫാക്ടറികൾ, പ്രോസസ്സിങ് യൂണിറ്റ്സ്, എസ്പെഷ്യലി ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റ്സ്, പിന്നെ നമ്മുടെ ഡേ ടു ഡേ നമ്മുടെ ലൈഫിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അത് എന്തും ആയിക്കോട്ടെ, അത് ചെരുപ്പായിക്കോട്ടെ, പേസ്റ്റ് ആയിക്കോട്ടെ, ടൂത്ത് ബ്രഷ് ആയിക്കോട്ടെ, ഓക്കെ, എന്തും ആയിക്കോട്ടെ. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് യൂണിറ്റുകൾ, ഓക്കെ, ഇൻഡസ്ട്രികൾ വരേണ്ട ആവശ്യമുണ്ട്. ഗിനിയിലും ഇതിന് ചുറ്റുമുള്ള രാജ്യങ്ങളിലും ഇങ്ങനെയുള്ള ഒരുപാട് രാജ്യങ്ങളിലും. ഇപ്പം നമ്മൾക്കറിയാം, നമ്മൾ ഇവിടുത്തെ ഗവൺമെൻറ്റുമായിട്ട് ഒരുപാട് പ്രോജക്റ്റിലൊക്കെ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ അവരുടെ ഒരു വിഷൻ എന്നൊക്കെ പറയുന്നത് ഗിനീനെ ഒരു മാനുഫാക്ചറിങ് ഹബ്ബാക്കുക, അവിടെ ഒരുപാട് ഇൻഡസ്ട്രീസ് കൊണ്ടുവരിക, അതിന് ഫോറിനേഴ്സിനെ അവരൊരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരുപാട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഈവൻ നിങ്ങൾ ഒരു ഇൻഡസ്ട്രി തുടങ്ങി, നിങ്ങൾ അതിൽ നിന്ന് കാശുണ്ടാക്കി, നിങ്ങളുടെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ രാജ്യത്തോട്ട്, നിങ്ങളുടെ സ്ഥലത്തോട്ട്, നിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും അങ്ങോട്ടേക്ക് അയക്കാൻ വേണ്ടിയിട്ടൊന്നും ഒരു റെസ്ട്രിക്ഷൻസും ഇവർ വെച്ചിട്ടില്ല. റീപാട്രിയേഷൻ വളരെ സൗകര്യമാണ് ഈ രാജ്യത്ത്, ഒരു കുഴപ്പമില്ല. പിന്നെ എവിടത്തെയും പോലെ നമ്മൾ ഇവിടുത്തെ ലീഗലായിട്ട്, ഇവിടുത്തെ ലോ അനുസരിച്ചിട്ട്, ഇവിടുത്തെ പോളിസീസ് ഫോളോ ചെയ്തിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ 1-2 ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഇന്ത്യക്കാരനായിട്ടുള്ള കാശുകാരൻ ആരാന്ന് വെച്ചാൽ ഇവിടെ ഇൻഡസ്ട്രി ഉള്ള ആളാണ്. പല രീതിയിലുള്ള പ്ലാസ്റ്റിക് പ്രോഡക്റ്റുകളും ഉണ്ടാക്കുന്ന ഒരാളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വൺ ഓഫ് ദി റിച്ചസ്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ കമ്പനി, ആ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള, അല്ലെങ്കിൽ ഇവിടെ അതിന് ഒരുപാട് സാധ്യതകളുള്ള ഒരു ഇൻഡസ്ട്രി തിരഞ്ഞെടുക്കുക, എന്നിട്ട് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മാംഗോ ജ്യൂസും ഡ്രൈ മാംഗോയും അതുപോലെ വാഷിംഗ് പൗഡറിൻ്റെ ഒക്കെ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഡേ ടു ഡേ ലൈഫിൽ ഇവർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെ, അതിൽ നമ്മൾക്ക് എന്തൊക്കെ ഇവിടെ ഉണ്ടാക്കാൻ പറ്റും എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഗവൺമെൻറ് ഇൻഡസ്ട്രികളെ പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട്. ഇപ്പോൾ ലാൻഡിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ആസ് എ ഫോറിനർ, പുറമേ നിന്ന് വന്ന ഒരാൾക്ക് ഇവിടെ ലാൻഡ് വാങ്ങിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. പിന്നെ കമ്പനി നിങ്ങളുടെ പേരിൽ 100% തുടങ്ങാനുള്ള റൈറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടുത്തെ ലോക്കൽ സ്പോൺസറോ ലോക്കലായിട്ടുള്ള പാർട്ട്ണർ വേണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ, ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ ടാക്സ് എക്സംഷൻസ് ഉണ്ട്. അതിന് വേണ്ടുന്ന റോ മെറ്റീരിയൽസ് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് കസ്റ്റം ഡ്യൂട്ടിയിൽ പല എക്സംഷൻസും ഉണ്ട്. എസ്പെഷ്യലി അഗ്രോ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഒക്കെ ആണെങ്കിൽ വളരെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ കസ്റ്റം ഡ്യൂട്ടിയിലൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അതിനൊക്കെ അതിൻ്റേതായ ഇൻവെസ്റ്റ്മെൻറ്റ് കോഡും ഇൻവെസ്റ്റ്മെൻറ്റ് ലോവും ഈ രാജ്യത്തുണ്ട്. 10-30 പേജുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കോഡിൻ്റെ ബുക്ക്ലെറ്റ് അടക്കം ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷിലും ഫ്രഞ്ചിലൊക്കെ ആയിട്ട് ഇവരത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ട്രാൻസ്പാരൻ്റ് ആണ്. ഇപ്പം ഞാനത് നിങ്ങളോട് വന്ന് പറയുന്നതേ ഉള്ളൂ. നല്ലൊരു രീതിയിൽ റിസർച്ചൊക്കെ ചെയ്താൽ ചിലപ്പോൾ കിട്ടിയേക്കാം. പിന്നെ ഇങ്ങനെയുള്ള രാജ്യമൊന്നും ആരും പ്രൊമോട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഗൂഗിളിലൊന്നും ഒരുപാട് നല്ല ഇൻഫർമേഷൻസ് കാണില്ല. മോശം പിന്നെ നമ്മൾക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും. ഓക്കെ,
അതുകൊണ്ടാണ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇത് വന്നിട്ട് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത്. നാളെ നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആഫ്രിക്കയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, അല്ലെങ്കിൽ ആഫ്രിക്കയിൽ ഗിനിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, നിങ്ങൾ വരുന്നത് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷനുമായിട്ട് വരാം. അപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ ചാലഞ്ചസ്, ബിസിനസ് സക്സസ് ആവോ ഫെയിലിയർ ആവോ, അതൊക്കെ ലോകത്ത് എല്ലാ സ്ഥലത്തുള്ള കാര്യമാണ്. വളരെ നന്നായിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് നല്ല പാർട്ട്നേഴ്സിനെയും നല്ല ആൾക്കാരെയും കൂടെ കൂട്ടി ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സക്സസ് ആവും. വൈ നോട്ട്? ഓക്കെ. പിന്നെ സക്സസ് ഫെയിലിയർ എന്നുള്ളത് ഒരു സ്ഥലം ഡിപ്പെൻഡ് ആയിട്ടല്ലല്ലോ, കുറേയൊക്കെ നമ്മളും ചെയ്യുന്ന രീതിയും കൂടെയാണല്ലോ അത് തീരുമാനിക്കുക. ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ഡ്രീം അല്ലെങ്കിൽ ഒരു വിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എഗെയിൻ അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ടെക്നോളജിയിൽ ഇന്ന വിഷൻ, ഇന്ന ഡ്രീം, മറ്റ് എന്താ പറയുക, ബാക്കിയുള്ള പ്രോജക്ട്സിൽ ഇന്ന കാര്യങ്ങൾ, അതേപോലെ ഒരു പ്രോസസ്സിങ് യൂണിറ്റ്സ് വരുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് ഇവിടെ. അതിനാണ് നമ്മുടെ സോളിസ് ഇൻവെസ്റ്റ്മെൻറ്റ് പാർക്ക് അല്ലെങ്കിൽ സോളിസ് അഗ്രോ പാർക്കൊക്കെ നമ്മൾ കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യുന്നത്, അതിൻ്റെ സ്ഥലങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെയുള്ള റോ മെറ്റീരിയൽസ്, ഓക്കെ, ഇവിടുത്തെ ആൾക്കാർക്കും ലോകത്തിലെ പല ആൾക്കാർക്കും ആവശ്യമുള്ള ഒരുപാട് പ്രോഡക്ട്സ്, അത് നമ്മൾക്ക് ലോക്കലി തന്നെ സോഴ്സ് ചെയ്ത് ലോക്കലി തന്നെ പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ ഇപ്പോൾ ഇൻ്റർനാഷണൽ ആണെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിനനുസരിച്ചിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ലോക്കലി വിൽക്കാനുള്ള അവസരങ്ങളുണ്ട്. ഈ രാജ്യത്തിന് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ വിൽക്കാനുള്ള അവസരങ്ങളുണ്ട്. വെസ്റ്റ് ആഫ്രിക്കയിലുള്ള 15-16 രാജ്യങ്ങളിൽ വിൽക്കാനുള്ള അവസരങ്ങളുണ്ട്. എൻ്റയർ ആഫ്രിക്കയിലുള്ള 54 രാജ്യങ്ങളിൽ വിൽക്കാനുള്ള അവസരമുണ്ട്. എന്തിനാണ് ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും വിൽക്കാനുള്ള അവസരങ്ങളുണ്ട്. അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ എന്താണെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് സൂപ്പർ ഫുഡ് ഇൻഡസ്ട്രി. ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഓർഗാനിക് ഇൻഡസ്ട്രി, അപ്പോൾ ആൾക്കാർക്ക് നല്ല ഫുഡുകൾ എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നല്ല ഓർഗാനിക് ആയിട്ടുള്ള, അത് ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, അത് വെച്ചുണ്ടാക്കുന്ന പല പ്രൊഡക്റ്റുകളായിക്കോട്ടെ, വെജിറ്റബിൾസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ള വലിയൊരു വിഷനും പ്ലാനോടും കൂടി നടക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പം അതിൻ്റെ കാര്യങ്ങൾ ഓൾറെഡി ചെയ്തു തുടങ്ങി. അതിൻ്റെ പാർട്ട്നേഴ്സിനെ നമ്മൾ പല രീതിയിലും കണ്ടുപിടിച്ച് തുടങ്ങി. അത് ഖത്തറിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, പാരീസിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, പല ടൈപ്പ് ഓഫ് പല ഡിഫറെൻറ്റ് എക്സ്പെർട്ടീസ്, ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആൾക്കാരുണ്ട്. അപ്പം വലിയൊരു ജോലിയാണ്, വലിയൊരു പ്രോജക്റ്റാണ്. അപ്പോൾ അതിലോട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇനി അങ്ങോട്ടേക്കും. അപ്പം നമ്മൾക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഈ രാജ്യത്തുള്ള ആൾക്കാർക്കും അതേപോലെ ലോകത്തുള്ള ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ രാജ്യത്തിനകത്ത് നിന്നിട്ട് ചെയ്യാൻ പറ്റും. 1000 കണക്കിന് കാര്യങ്ങൾ. ഓക്കെ, അപ്പം 1000 കാര്യം ഉണ്ടെങ്കിൽ 1000 പേർക്ക് അവസരം ഉണ്ടാവുമല്ലോ. അപ്പം എല്ലാം കൂടി ഒരാൾ ചെയ്ത് കൊളാക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെയുള്ള അവസരങ്ങൾ ഇപ്പം നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ട്, എഗെയിൻ ഞാൻ എപ്പോഴും പറയും, പീനട്ട് ഒരുപാടുണ്ട്, പീനട്ട് ബട്ടർ ഉണ്ടാക്കാം വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇവിടെ മയോനൈസ് പുറത്തുനിന്നാണ് വരുന്നത്, അത് ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. ഇവിടുത്തെ ആൾക്കാർ ഒരുപാട് ചിക്കൻ കഴിക്കുന്ന ആൾക്കാർ, കിലോ കണക്കിന് ചിക്കൻ കഴിക്കുന്ന ആൾക്കാരാണ്. 30,000-35,000 ടണ്ണ് ചിക്കൻ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗിനിയിൽ. എന്തിനാന്ന് വെച്ചാൽ എനിക്കറിയില്ല, ആകെ കുറച്ച് ജനങ്ങളേ ഉള്ളൂ, അവർക്ക് അവിടെ ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷെ ആ ജനങ്ങളുടെ മെൻറ്റാലിറ്റി ഈസ് ഡിഫറെൻറ്റ്. അതുകൊണ്ടാണ് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് പലപ്പോഴും അവസരങ്ങൾ വരുന്നത്. അപ്പോൾ നല്ല പോൾട്രി ഫാംസ് ഇവിടെ തുടങ്ങാം, നല്ല ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങൾ സപ്ലൈ ചെയ്യാം. പിന്നെ അങ്ങനെ പല 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 രീതിയിലുള്ള പ്രോസസ്സിങ് യൂണിറ്റ്സ് തുടങ്ങാം, ഇൻഡസ്ട്രീസ് തുടങ്ങാം. നേരത്തെ പറഞ്ഞ പോലെ പൈനാപ്പിളും മാംഗോവും പല ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സും ഉണ്ട്. അതിൻ്റെയൊക്കെ ജ്യൂസ് ഉണ്ടാക്കാം, ജാം ഉണ്ടാക്കാം, പലതും ഉണ്ടാക്കാം. ഈ ഗിനിയിലും ഈ റീജിയനിൽ വന്നിട്ട് UK എന്നൊക്കെ മുരിങ്ങ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് മുരിങ്ങ പൗഡർ ഉണ്ടാക്കി വിറ്റ് മില്യൻസ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഓർഗാനിക് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കപ്പ ഉണക്കി പൊടിച്ച് കപ്പപ്പൊടി, HQCF, ഹൈ ക്വാളിറ്റി കസാവ ഫ്ലോർ എന്ന് പറയും, HQCF സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഏറ്റവും കൂടുതലും അമേരിക്കയിലോട്ട്, ഗാനയിൽ നിന്നും നൈജീരിയയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് യൂറോപ്പിലോട്ടും. നമ്മളൊക്കെ നമ്മുടെ ഭക്ഷണ രീതി മോശമാക്കി കൊണ്ടുവരുമ്പോൾ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ മൈദക്ക് പകരം കപ്പയുടെ പൊടിയും ചക്കയുടെ പൊടിയൊക്കെ യൂസ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഓക്കെ, വലിയ മാർക്കറ്റായിട്ട് വരുന്നുണ്ട്.
ഗിനിയിൽ പോലും ഒരാൾ കപ്പപ്പൊടി വെച്ചിട്ട് ബ്രെഡ് ഉണ്ടാക്കുന്നുണ്ട്, എനിക്കറിയുന്ന പേഴ്സണലി അറിയുന്ന ഒരാൾ. മൂപ്പരും ട്രൈ ചെയ്യണം, ആ മാർക്കറ്റിലത് സക്സസ് ആവണമെന്നില്ല, പക്ഷെ ആൾക്കാർ നല്ലത് കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ചെയ്യാണ്. അതുപോലെ നാട്ടിൽ നമ്മൾ ഇപ്പം ഐഡിയയുടെ ഇഡ്ഡലി ബാറ്റർ, ദോശ ബാറ്റർ, അതേപോലെയുള്ള ഒരുപാട് കമ്പനികളുടെ ഇൻസ്റ്റൻറ്റ് ഇഡ്ഡലി ദോശ ബാറ്ററൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇഡ്ഡലിയും ദോശ ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ നമ്മൾക്ക് ഗിനിയിലും പല രാജ്യങ്ങളിലും ഇവർ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ, ലഞ്ച് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിൽ 3, 4, 5 കാറ്റഗറി ഓഫ് ഒരു ഫുഡ് നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് ഇതേപോലെ സൗകര്യത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ പാക്കേജ് ചെയ്തിട്ട്, അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ പാക്കേജ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നാളെ ഒരു $multi-million ബിസിനസ് ആയിക്കൂടെ. അങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ എൻ്റെ മനസ്സിൽ പലതും ഉണ്ട്. ഈ പറഞ്ഞതുപോലെ എല്ലാം കൂടി ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. ഐഡിയാസ് എല്ലാ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ നമുക്ക് ഇങ്ങനത്തെ രാജ്യത്ത്. അതേപോലെ ഇങ്ങനെയുള്ള രാജ്യത്തെ ഈ രാജ്യത്തു നിന്നുള്ള ജനങ്ങൾ പല യൂറോപ്യൻ കൺട്രീസിലും പല രാജ്യങ്ങളിലും കാനഡയിലും US-ലൊക്കെ പോയി സെറ്റിൽ ചെയ്തിരിക്കുന്ന ഒരുപാട് ആഫ്രിക്കൻസ് അല്ലെങ്കിൽ വെസ്റ്റ് ആഫ്രിക്കൻസ് ഉണ്ട്. അവർക്ക് അവരുടെ ഫുഡ് കഴിക്കാൻ താല്പര്യം ഉണ്ടാവും. അവർക്ക് അവരുടെ മുളക്, അവരുടെ നാട്ടിൽ നിന്ന് വരുന്ന മുളകിൻ്റെ പൗഡർ ഉപയോഗിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള ഐറ്റംസ് അവർക്ക് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാലും വലിയ സാധ്യതകളാണ്. ഇപ്പം പല സ്ഥലങ്ങളിലും എൻ്റെ പാർട്ട്ണറൊക്കെ പറയുന്നത് കേൾക്കാം, ഇംഗ്ലണ്ടിൽ ഇവർക്ക് ഇവരുടെ ടൈപ്പ് ഓഫ് ഒരു ഫുഡ് ഇവർ കഴിക്കുന്നത് അത് അവിടെ കിട്ടുന്നില്ല. അത് കിട്ടണമെങ്കിൽ ഏറ്റവും കൂടുതലുള്ള ഫ്രാൻസിലാണ്. അപ്പം വണ്ടിയും പിടിച്ച് ഫ്രാൻസിൽ പോയി ഇതൊക്കെ എടുത്ത് തിരിച്ച് വന്നിട്ട് വേണം അവർക്കും അവരുടെ കമ്മ്യൂണിറ്റിക്ക് അവരുടെ ആ ഒരു ടൈപ്പ് ഓഫ് ഫുഡ് കഴിക്കാൻ. നേരെ മറിച്ച് അത് ഗിനിയിൽ അവൈലബിൾ ആണ്. അതൊരു സപ്ലൈ ചെയിൻ സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് എവിടെയും അയക്കാം. ഈസി എന്നല്ല പറയുന്നത്, എല്ലാത്തിനും അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ചെയ്ത് കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. എസ്പെഷ്യലി പ്രോസസ്സിങ് യൂണിറ്റ്സിൽ നിങ്ങൾക്ക് എന്തും ഉണ്ടാക്കാം. ഈ പറയുന്ന പോലെ ഒരു പ്രോഡക്റ്റ് ട്രേഡ് ചെയ്യുന്നതിന് പകരം അതേ പ്രോഡക്റ്റിൻ്റെ റോ മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഗിനിയിൽ ഉണ്ടാക്കാം. ബൾക്കായിട്ട് കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് റീപാക്കേജ് ചെയ്യാം, അല്ലെങ്കിൽ ചെറുതായിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് അവിടെ ലോക്കലി വിൽക്കാം. ലാഭം കൂടും. പക്ഷേ മനസ്സിലാക്കി ചെയ്യണം ഏത് പ്രോഡക്റ്റ് എന്ത് രീതിയിൽ ചെയ്യണം എന്നുള്ളത്. ഈ പ്രോസസ്സിങ് യൂണിറ്റ്സിൻ്റെ സാധ്യത അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിൻ്റെ സാധ്യത ഭയങ്കര വലുതാണ് ഇനി അങ്ങോട്ടേക്ക്. അപ്പം അതിനുള്ള സൗകര്യങ്ങളും ബെനിഫിറ്റ്സും ഒരുപാട്, ടാക്സ് ആണെങ്കിലും ലാൻഡ് ആണെങ്കിലും പല രീതിയിലും ഗവൺമെൻറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് വ്യക്തമായിട്ടൊരു പ്ലാൻ വേണം, അത് ചെയ്യാനുള്ള ടെക്നിക്കലായിട്ടുള്ള ആൾക്കാർ വേണം, അതിനുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റും വേണം. ഓഫ് കോഴ്സ്, അല്ലാണ്ട് പറ്റില്ല. അപ്പം ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാനുള്ള ഒരുപാട് ചുറ്റുപാട് നല്ല സാഹചര്യങ്ങൾ ഇന്ന് ഗിനി പോലുള്ള രാജ്യങ്ങളിലുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ അഗെയിൻ ഞാൻ എപ്പോഴും പറയുന്ന പോലെ, എപ്പോഴും ചെയ്യാൻ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് പറ്റിയ ആൾക്കാർ, വിശ്വസിക്കാൻ പറ്റിയ ആൾക്കാർ അത് കണ്ടുപിടിക്കുക. അത് നമ്മൾ വേണമെന്നല്ല പറഞ്ഞത്, എപ്പോഴും പറയുമ്പോൾ ആ രീതിയിൽ തെറ്റിദ്ധരിക്കേണ്ട. ആരാണെങ്കിലും ആ കാര്യങ്ങൾ മനസ്സിലാക്കി പോയി പഠിച്ച് മാത്രം ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.